പ്രതിപക്ഷ നേതാവായുള്ള കന്നിപ്രസംഗത്തിൽ കത്തിക്കയറി രാഹുൽ ഗാന്ധി. നോട്ട് നിരോധനം മുതൽ കർഷക പ്രശ്നങ്ങളും പരീക്ഷാ തട്ടിപ്പും വരെ രാഹുൽ ഗാന്ധി സഭയിൽ എണ്ണി പറഞ്ഞു. നരേന്ദ്രമോദിക്കും സഹപ്രവർത്തകർക്കും ഇത് ആദ്യത്തെ അനുഭവമായിരുന്നു സഭയിൽ പ്രതിരോധത്തിലാവുക. താനൊരു സാധാരണ ജന്മമല്ല, ദൈവം അയച്ചതാണെന്ന് പറഞ്ഞ മോദിയെ രാഹുൽ കണക്കിന് പരിഹസിച്ചപ്പോൾ ഭരണപക്ഷം എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായി. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം പ്രതിപക്ഷം കൈയടക്കുന്ന കാഴ്ചയ്ക്കാണ് പാർലമെന്റ് ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. പ്രതിപക്ഷ നേതാവായതിനു ശേഷം തന്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ രാഹുൽ നിലപാട് വ്യക്തമാക്കി. നരേന്ദ്രമോദിക്ക് മാത്രമല്ല അമിത് ഷായ്ക്കും രാജ്നാഥ് സിംഗിനും വരെ രാഹുലിന്റെ കടുത്ത വിമർശനത്തിന്റെ ചൂടേറ്റു വാങ്ങേണ്ടി വന്നു. പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് കുറിക്കുകൊള്ളുന്ന ഭാഷയിൽ മറുപടി നൽകാനും ഉടനടി പ്രതികരിക്കാനും രാജ്നാഥ് സിംഗിന് സാധിക്കും. മോദി പകയ്ക്കുകയും അമിത് ഷാ വിയർക്കുകയും ചെയ്ത പ്രതിപക്ഷ ആക്രമണത്തിൽ അല്പമെങ്കിലും പിടിച്ചുനിന്നത് രാജ്നാഥ് സിംഗ് ആണ്. ഇതിലൂടെ മതിയായ മുന്നൊരുക്കമില്ലാതെ വിമർശനങ്ങളിൽ മറുപടി പറയാൻ കഴിവില്ലാത്ത നേതാവാണ് നരേന്ദ്രമോദിയെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന് നിലനിൽക്കാൻ ഏറെ കഷ്ടപ്പെടേണ്ടി വരും. ലോക്സഭയിൽ പരമശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയായിരുന്നു രാഹുൽ പ്രസംഗിച്ചത്. മതമൈത്രിയെക്കുറിച്ച് സംസാരിക്കാൻ BJPക്ക് അവകാശമില്ലെന്നാരോപിച്ചായിരുന്നു രാഹുൽ ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിയത്. എന്നാൽ പ്രസംഗത്തിലെ വിവിധ ഭാഗങ്ങൾ സഭാരേഖകളിൽ നിന്ന് ഒഴിവാക്കി. ഇന്നറിയാൻ കണ്ണൂർ.